ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു വളോസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ കരുതുന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയിലാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പി മൂഡിൽ എന്ന് പറയാം. അത്രയും നല്ല ഒരു ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി നമ്മൾ ഇത്രയും യാത്ര ചെയ്തതിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെ ദൂരം നമ്മുടെ ഡിയോ കുട്ടനുമായിട്ട് പറക്കാൻ പോവുകയാണ്. അത് ചുമ്മാ ചെറിയ ചെറിയ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ ആപ്പയൂപ്പ കെസെന്ന് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞോടക്ക് ചെറിയ നിസ്സാര സ്ഥലത്തേക്ക് ഒന്നുമല്ല പോകുന്നത്. നമ്മുടെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ടൗണൊക്കെ ഒന്ന് കറങ്ങാന്നാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ചേട്ടായി ആദ്യമല്ല വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ പേടിച്ച് മാനത്തിനകത്ത് കയറിയിരുന്നെങ്കിൽ എത്ര നാൾ വിളിച്ചിരിക്കാൻ പറ്റും? നമ്മൾ അങ്ങനെ ഓടിച്ചോടിച്ചല്ലേ എല്ലാവരും, അങ്ങനെയല്ലേ എല്ലാവരും. ചേട്ടാക്ക് ഭയങ്കര പേടി കേട്ടോ. പക്ഷെ ഞാനത് കണക്കിലെടുക്കുന്നില്ല. കാരണം സ്കൂട്ടിയൊക്കെ അവർ സർവീസിനൊക്കെ കഴിഞ്ഞ് കൊണ്ട് തന്നപ്പോഴേ അമ്മു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇനി എല്ലായിടത്തും പൊക്കണം, മഴയില്ലാത്തപ്പോൾ നോക്കി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനായിട്ട് ദൂരെ പൊക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഏലപ്പാറയ്ക്കൊന്നും നമുക്ക് വീടില്ല, കുട്ടിക്കാനത്ത് നമുക്ക് വീടില്ല, മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ നമുക്ക് വീടുണ്ട്. അപ്പോൾ മുണ്ടക്കയത്ത് ഒരു ദിവസം അങ്ങ് തങ്ങാം. ചേട്ടാനെ ഇട്ടിട്ട് ഒരു 2-3 ദിവസത്തെ കറക്കമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് മാറ്റിപ്പിടിക്കും വീഡിയോ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്. എന്നാൽ പിന്നെ ഒന്നും നോക്കുന്നില്ല, അങ്ങ് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഞാൻ പോകുന്നതിന് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ത്രില്ലിലാണ് ഞാൻ കേട്ടോ. ഞാൻ ഉഷിച്ചിട്ട് മാളൂട്ടിയെ വണ്ടി വിളിച്ചിട്ട് ചോദിച്ചടി, എങ്ങനെയാണ് നിങ്ങൾ നാളെ എന്നാ പരിപാടി, അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടോ, എന്നാ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ ഞാനിപ്പം വിളിക്കാവേ, കൊച്ചിന് പടുത്തുകൊണ്ടോന്നൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിത് കട്ടാക്കി. അത് അപ്പോൾ ഉഷേജി സംഭവം ഒന്നും അറിയിട്ടില്ല. പക്ഷേ ഉഷേജിയുടെ മാളൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്കൂട്ടിയായിട്ടാണ് വരുന്നതെന്ന് ഞാൻ അവളോടും പറഞ്ഞിട്ടില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേനും ഞാൻ പറയടി, നീ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് അവളുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് നീ കയറിക്കോ കേട്ടോ, ആ സമയം കണക്കാക്കി ഞാൻ ബസ്സിന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെയൊക്കെയാണ് കൂടുതലും പോകാറുള്ളത്. അതാകുമ്പോൾ ഒറ്റ ഓട്ടക്കൂലി മുടക്കിയാൽ മതിയല്ലോ മുണ്ടക്കയത്തുനിന്ന്. പക്ഷേ ഇപ്പം നമ്മൾ സ്കൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ആരെയും നോക്കുന്നില്ല, നമ്മൾ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പം മുണ്ടക്കയത്ത് ചെയ്തിട്ട് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പിന്നെ നമ്മൾ അക്ഷരനഗരിയായ കോട്ടയത്തോട്ട് കറങ്ങാൻ മതിച്ചു. അപ്പോൾ കോട്ടയത്ത് ശതകുച്ചി വിധിയാണ് പറഞ്ഞു, ആഹാ ഇവിടെ വരെ എത്തിയോ എന്ന് വിചാരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ പോകാൻ തന്നെ തീരുമാനിച്ചു. അമ്മുവിനോട് മാത്രം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മു പറഞ്ഞ് പോയിട്ട് വായോ, അടിപൊളിയായിട്ട് പിന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പൊക്കണം. മഴയൊക്കെ ഉണ്ടെങ്കിൽ തീരെ സ്ലോയിൽ പോയാൽ മതി. മഴയൊന്നുമില്ല, നല്ല വെയിലാണ്, ഒരു മഴയില്ല, നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് മഴയൊന്നുമില്ല. അപ്പോൾ എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർത്തു. ഞാനപ്പം മനസ്സിൽ വിചാരിച്ചത് എന്താണെന്നറിയോ, നാളെ രാവിലെ 1 തീയതിയായിട്ട് നമുക്ക് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഓർത്തെ അവരെന്നാണേലും എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഏറ്റുമാനൂർ അല്ല കുമാരനെല്ലൂർ അങ്ങനെ ദൂരെയുള്ള അമ്പലങ്ങളിലോട്ട് പോകാറാണ് പതിവ്. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഒന്ന് പോകാമെന്നും മനസ്സിൽ വിചാരിച്ചു മുണ്ടക്കയത്ത്. അപ്പോൾ മുണ്ടക്കയത്ത് ഒരു ദിവസം തങ്ങി അവരുടെ അമ്പലത്തിലൊക്കെ പോട്ട് പിന്നെ അടുത്ത ആളുടെ അടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഈ യാത്രയ്ക്ക് തയ്യാറെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്കൂട്ടിയുടെ ഡിക്കിക്കകത്ത് വെക്കാം. പിന്നെ വെയിലുണ്ടോ എന്ന് അറിയത്തില്ല, വെയിലിൻ്റെ ആ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, കയ്യിലിടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ എന്തെങ്കിലും പിള്ളേർക്ക് ഇച്ചിരി ബേക്കറി അത് അവിടെ ചെന്നിട്ട് മേടിച്ചിട്ട് പോയാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ഒന്നും ചെയ്തില്ലായിരുന്നു, ഇന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. ഇപ്പം നാളോട്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പ്ലാൻ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ണിയപ്പോ അല്ല ഇച്ചിരി വട്ടയപ്പൊക്കെ എന്തെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവം ഒന്നും റെഡിയാക്കിയിട്ടില്ല. നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകാം അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും റെഡിയല്ലേ എൻ്റെ കൂടെ വരാനായിട്ട്? കോട്ടയത്തോടെ ഇറങ്ങാൻ എല്ലാവരും റെഡിയാണോ? പോട്ടെ, ലൈസൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ദൈവം വരച്ചേക്കുന്ന എന്താണോ അതേപോലെ വരുത്തുള്ളൂ അല്ലേ. നമ്മൾ ആരും ഈ ഇത്രയും വലിയ ടൗണിൽ കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നവരും എല്ലാം ജനിച്ചപ്പോഴേ ഇത് ഓടിച്ചുകൊണ്ടാണോ പഠിച്ചത്? അല്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അല്ലെങ്കിൽ കാരണവന്മാർ ഡ്രൈവിംഗ് അറിയാവുന്ന അച്ഛനമ്മമാർ പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അല്ലേ. അങ്ങനെ ഓടിച്ച് കൈതെളിയുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു നമ്മളും ഇങ്ങനെ പേര് മാറ്റി ചെറിയ ചെറിയ സിറ്റികളിൽ പോയി. ഇപ്പം ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയല്ലോ, നമ്മുടെ ഈ അടുത്തുള്ള ഏരിയകളിലെല്ലാം കറങ്ങി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇച്ചിരി ദൂരയാത്ര ചെയ്യുന്നത് നമ്മുടെ ഉഷേച്ചിയുടെ അടുത്തോട്ട് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്.
അപ്പം ചേട്ടായുടെ അനുവാദവും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ചേട്ടായിക്കുള്ള 2-3 ദിവസത്തിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കറിയും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ചോറും വെച്ച് ഊറ്റിയിട്ടിട്ടുണ്ട്. അപ്പം വൈകിട്ട് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ കോഴിക്ക് കൊമ്പിച്ചിട്ട് തീറ്റിട്ട് കൊടുത്താൽ മതി, വൈകിട്ട് ഒരുമിച്ച് കോഴിക്ക് തീറ്റിട്ട് കൊടുത്താൽ മതി ചേട്ടാ ഞാൻ അങ്ങോട്ട് വയ്യുമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോയുടെ ആവശ്യത്തിനായതുകൊണ്ട് ചേട്ടായിയും പറയും പൊക്കോ എന്ന് പറയും. പക്ഷേ സ്കൂട്ടി എടുത്തോണ്ട് പോണോ എന്ന് 1-2 പ്രാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാ കാര്യത്തിനും അങ്ങനെ തടസ്സം പറയരുത്, നമ്മളങ്ങനെ ഓടിച്ചോടിച്ചല്ലേ പഠിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ എന്നാൽ ശരി പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്ന വഴിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളും കൂടെ എൻ്റെ കൂടെ പോരാ. ഒരു ധൈര്യത്തിൽ ഒരു ഗുമ്മിന് ഇരിക്കട്ടെ എല്ലാവരും. എന്താ പോകാം ബായോ. ഞാനുണ്ടല്ലോ നിങ്ങൾക്കും വലിയൊരു സർപ്രൈസ് തരാം, അതുപോലെ തന്നെ ഉഷേജിക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്തു കേട്ടോ. എന്നിട്ട് മാളൂട്ടിനെ വിളിച്ച് എല്ലാം സെറ്റാക്കി, ഉഷേജിയുടെ മോളെ. എന്നിട്ട് എല്ലാം സെറ്റാക്കി പതിയെ പോകാതെ വിചാരിച്ചു. സ്കൂട്ടി കൂടെ ഉള്ളത് അവളോട് പറഞ്ഞില്ല. പിന്നെ എടി നാളെ അമ്പലത്തിൽ പോകുന്നുണ്ടോ, 1-ാം തീയതി അല്ലേ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? കുമാരനെല്ലൂർ അമ്പലത്തിലാണോ പോകുന്നത്, അതോ ദേവീക്ഷേത്ര അവിടെ എവിടെയെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിലാണോ പോകുന്നത്? എന്തായാലും ഞാനും കൂടെ എന്നാൽ വരാം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ഈ എല്ലാം പറഞ്ഞ് ഇടപാട് ചെയ്തു. എന്നിട്ട് ഞാൻ എല്ലാം കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ, എനിക്കിടാനുള്ള നൈറ്റി സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ചു. ഫുഡും കഴിച്ചു. അന്നേരം ഒരു ചെറിയ ചാറ്റമഴ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സാകെ വിഷമമായി. അന്ന് ഞാൻ ഓർത്തുന്ന ഒരു കാര്യം ചെയ്യാം, കുട്ടായുടെ അടുത്തോട്ട് കയറി പോകാം, ശ്രീകുട്ടൻ്റെ അടുത്തൊന്ന് കയറിപ്പോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാണ് ഞാനൊന്ന് ആഗ്രഹിക്കും, ദൈവം ഒന്ന് നടത്തും. എന്നാ ചെയ്യണം, ഞാനിന്ന് ദൈവത്താണെ പറയാണ്ട് ഉഷേജിൻ്റെ അടുത്തോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ എല്ലാം ഓക്കെ ആക്കിയതാണ്. ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇത്ര നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ വീഡിയോ ചോദിക്കാത്തോട്ട് ഇന്നലത്തെ. എന്നാ പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യോഗമില്ല, അല്ലെങ്കിൽ ഒരു പറക്കം തളിക ഉണക്ക് പറക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ തകർപ്പ മഴയോട്ടോ, നല്ല മഴയോട്ടോ. എന്തായാലും ഇനിയിപ്പം ഒരിടത്തോട്ടും പോകണ്ട, വീട്ടിൽ കുത്തിയിരിക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കുണ്ടല്ലോ ശരിക്കും സങ്കടം വന്നിട്ട് എനിക്ക് ഒരു സത്യം ഞാൻ പറയുക, എനിക്കൊരു പണ്ട് പോലുള്ള ഒരു സ്വഭാവമുണ്ട്. എന്നെ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതിരിക്കുമോ, അതുകൊണ്ട് തന്നെ നമ്മളെവിടെയെങ്കിലും പോരാടി ഇങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഒരുങ്ങി റെഡിയായി കഴിഞ്ഞ് പോകാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ പണ്ട് പോലെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കും വലിയ സർപ്രൈസ് തരാം, ഉച്ചേച്ചിക്കും വലിയ സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് പ്ലാൻ ചെയ്തു. പക്ഷെ ഒന്ന് മനസ്സിലായില്ലേ, ഒന്നുമല്ല, നമ്മളാരും മനുഷ്യരായി പറഞ്ഞ നമ്മളാരും കരുതുന്ന മുണക്ക് ഒരു കാര്യം നടക്കത്തില്ല. ഓടേതമ്പുരാൻ തീരുമാനിക്കണം. അപ്പോൾ സത്യം പറയാലോ, ഞാൻ എന്നെ പറയാൻ അത്രയും നല്ല വെയിലാണ് ഇത്രയും നേരം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മുട്ട മഴയോ മഴ ഓടി. ആഹാ, ഇത് ഒരു പട്ടിക നനഞ്ഞു കുറിച്ച് കയറി വന്ന് സിറ്റൂട്ടി കണ്ടോ, ആരും ഇല്ലെന്നോർത്ത് കയറാനായിട്ടാണ് പോയി അവരുടെ ഷെഡിനകത്ത് കയറുന്നുണ്ട്. എൻ്റെ ദൈവമേ മതി, മഴയല്ലേ. ഇങ്ങോട്ടേക്ക് വന്ന് കയറാൻ വേണ്ട. ഞാൻ ഇന്നെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ. എൻ്റെ അമ്മച്ചി മൊത്തക്കുളമാക്കി കൈ തരും. നല്ല തകർപ്പ മഴയാണ് കേട്ടോ. എന്നാ ചെയ്യാനാണ്, ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല തകർപ്പ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ എങ്ങനെ പോകാനോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഷാളെല്ലാം എടുത്ത് അവിടെ ഇട്ടു. മഴ തോരുമോന്ന് നോക്കാം, ശ്രീകുട്ടൻ്റെ അവിടെ വരെ കയറി പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കരമായിട്ട് മൊത്തം ഇതായി, അവിടെയെല്ലാം വെള്ളമായി, ചെളിയായി. ഇത്രയും ദിനം നല്ല ഉണങ്ങി കിടന്ന വെച്ചാൽ അതുകൊണ്ട് ഇനി ഒരിടത്തോട്ടും പോകുന്നില്ല. സത്യം പറയുണ്ടല്ലോ, ശരിക്കും നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാം. നിങ്ങൾ ശരിക്കും ഞെട്ടത്തക്ക രീതിയിൽ ഞാൻ വേറെ ഇച്ചിരി ദൂരം ഒരു 100 കിലോമീറ്ററൊക്കെ പൊയ്ക്കളയാന്ന് ഓർത്തോണ്ടാണ് പ്ലാൻ ചെയ്തത്. ആദ്യം ഉഷേജിലൂടെ പോകാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ റെഡിയായത്. പക്ഷെ സീറ്റിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊന്ന് വിചാരിക്കും നമ്പരൊന്നും നടത്തും. എല്ലാം ഇതെല്ലാം എടുത്ത് വെച്ചു. ഏതായാലും വണ്ടിക്കകത്ത് എല്ലാം ഒന്നും എടുത്ത് വെച്ചില്ല. നൈറ്റിയും സാധനം എല്ലാം കൂടി എടുത്ത് അവിടെ വെച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. മാളൂട്ടി ഓർത്ത് കേട്ടോ, ഞാൻ ചെല്ലുമെന്ന് വലിയ പ്രതീക്ഷിച്ചു. അപ്പം ചെല്ലുമെന്നറിയാം, പക്ഷെ സ്കൂട്ടി കൂടി ഞാൻ ഇത്രയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. തടസ്സം വരുന്നത് ചിലപ്പം നന്മയ്ക്കായിട്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ കുടിക്കാനൊക്കെ ചിലപ്പം ഭയങ്കര മഴയും കാര്യങ്ങളും ആണെങ്കിൽ നമുക്ക് താഴോട്ട് വണ്ടി കൊണ്ടുപോകാൻ പാടാവും. നമുക്ക് അവിടെയൊക്കെ കയറ്റി വെക്കാൻ നമുക്കറിയാവുന്ന വീടുകൾ പോലുമില്ല അല്ലേ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സമാധാനിക്കുക. ഇപ്പം ഞാനേ മാതാവിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ മാതാവേ ഞാനൊന്ന് പോകാനായിട്ട് ഇച്ചിരി നേരം സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ കൂടെ പുറപ്പെട്ട് കൊടുത്തത്, അന്നേരം നീ എന്നെ ഇങ്ങനെ മഴ പേടിച്ചത്.
അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടാകും താഴോട്ട് പോകുമ്പോഴത്തേനും, അതുകൊണ്ടായിരിക്കും. കൊണ്ട് പോകണ്ട, മഴ വലിയ മഴ പെയ്താൽ പോവുകയല്ലോ. അതെന്തായാലും മഴയുടെ ഇതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തേക്കുന്നു കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അതാ ശ്രീകുട്ടിൻ്റെ അടുത്തേക്ക് വന്ന് പോകാൻ പറ്റിയാൽ ഒരു കുറച്ച് വിഷമം മാറി കിട്ടിയാണ്. കാരണം മുണ്ടക്കാൻ വരെ പോകാൻ പറ്റിയില്ലെങ്കിലും അവന് വയ്യാതായിട്ട് പിന്നെ കയറിപ്പോയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നലെ ഞാൻ വിളിച്ചു. അപ്പോൾ എന്നാൽ അവിടെയെങ്കിലും ഒന്ന് കയറിപ്പോകാൻ തോൽവായിരിക്കുന്നു. ആദ്യം ചാറി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ തോൽവായിരിക്കുന്നു ഒരു ഡ്രസ്സൊന്നും മാറാണ്ടിരുന്നത്. പക്ഷേ ഈ മഴ നമ്മളെ ചതിച്ചു കളയുന്നു. എന്തെങ്കിലും ആവട്ടെ, പ്രകൃതിയുടെ ഇഷ്ടം മുണക്കൊക്കെ നടക്കട്ടെ അല്ലേ. എൻ്റെ ദൈവമേ മതി, എൻ്റെ ദൈവമേ ഇനി മഴ പെയ്ത് ആവത്താനന്തരങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് മഴ ഇതായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിനകത്തൊരു കമൻറ്റ് കണ്ടു കേട്ടോ. നിങ്ങളിങ്ങനെ പൈസയ്ക്ക് വേണ്ടി വ്ളോഗായിട്ട് വീഡിയോ എടുത്തിട്ടാണ്ട് നിങ്ങൾ നിരത്തിലിറങ്ങി എല്ലാവരെയും കൂടെ പ്രതികരിപ്പിക്കുക, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതാക്കിക്കൊണ്ട് കേട്ടോ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ അത് സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ആക്കി. കാരണം അതിനകത്ത് ഈ എന്തെങ്കിലും ഉപ്പുതറേനെ കുറിച്ച് ഒരു ശകലെങ്കിലും അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ഇടുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പുതറയിലെ ചെപ്പാത്തെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഉപ്പുതറയുടെ തൊട്ടപ്പുറത്ത്. ചെപ്പാത്ത് പാലം മഴക്കാലം ആകുമ്പോഴത്തേക്കും നിറയുമായിരുന്നു. മഴയുടെ സൗണ്ട് കൂടുതലാണോ എന്നറിയില്ല. അപ്പം ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വെച്ച് ഒരു പറ്റം ആൾക്കാർ നിരന്ന് മുല്ലപ്പെരിയാർ സമരസമിതി എന്ന് പറയുന്ന സമിതി ഉണ്ടാക്കി വർഷങ്ങൾ സമരം ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ഇതിൻ്റെ പിന്നിലുള്ള അല്ലെ ഇതിന് തലപ്പത്തിരിക്കുന്നവരുടെ കണ്ണ് തുറന്നില്ല. പിന്നെ ഈ പറഞ്ഞ ജാതൊക്കെ നിർത്തലിറങ്ങിയിട്ടല്ലോ ജാതൊക്കെ പോയതാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ സംഘത്തിൽ നിന്നൊക്കെ പോയതാണ് ജാഥായും വിളിച്ചൊക്കെ. മുല്ലപ്പെരിയാർ അച്ഛൻ എന്ന് വരെ അച്ഛന് പേര് വന്നു, നിരപ്പൻ ജോയി അച്ഛൻ്റെ പേരിൽ പേര്. അങ്ങനെ വരെ ഒത്തിരിയും കഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ തന്നെ അത് കിടക്കണ്ടെന്ന് കരുതി ഞാൻ ഡിലീറ്റ് ആക്കിയും കളഞ്ഞത് കേട്ടോ. താങ്കൾ വീഡിയോ കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. എടി സത്യം പറയട്ടെ ഒരു കാര്യം, ഇന്ന് ഞാൻ കോട്ടയത്തിന് വരാൻ തുടങ്ങിയതാ. ഞാൻ കോട്ടയത്തിന് വരാൻ തുടങ്ങിയപ്പോ കോട്ടയംകാരി ഇവിടെ എത്തി. എന്നാണ് വിശേഷം? ഞാനിങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാ കൊച്ചു വന്ന്. അല്ലെന്നേ സത്യമായിട്ട് ഞാൻ മുണ്ടക്കയത്തിന് പോകാം. ഇന്ന് മുണ്ടക്കയത്ത് തങ്ങാം, നാളെ കോട്ടയത്തിന് പോകാം. സ്കൂട്ടി ആയിട്ട് ഞാൻ എല്ലാം റെഡിയാണ്, ഡ്രസ്സെല്ലാം മാറിയെന്നേ. ത്തേക്കും ഭയങ്കര പേരും മഴ, പിന്നെ എങ്ങനെ പോകാനാ? വിശേഷമൊന്നുമില്ല. എൻ്റെ മോനെ മിനിഞ്ഞാന്ന് അമ്മുവൊക്കെ പോയത്. നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ ഇനി 2 മാസം കഴിഞ്ഞാൽ വരത്തോളെന്ന് പറഞ്ഞാൽ പോയിക്കുന്നത്. ഇങ്ങോട്ട് വരും. എന്നാലും ഞാൻ കോട്ടയത്തിന് വരാൻ തുടങ്ങിയപ്പോ കോട്ടയംകാരി ഇങ്ങോട്ട് വന്ന് ഒരു അത്ഭുതമായി പോയല്ലോ. എൻ്റെ ദൈവമേ മതി. പപ്പ കടയിൽ പോയി പോനെ. എന്നാ ഉണ്ട് വേറെ വിശേഷം? അവനെന്തിയേ? അമ്മയും പപ്പായും ഒക്കെ? ഇപ്പൊ അച്ചാച്ച അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. നിന്നെ നോക്കി വന്നാണോ? ആണോ? എന്നാ പിന്നെ വേറെ എന്നാ വിശേഷങ്ങള്? എന്നാ പൊക്കോ, ഞാൻ കയറി വരാം. ഇനി കുറച്ച് ദിവസം ഉണ്ടോ മോളി? എന്നാ ഞാൻ കയറി വന്നേ. ആണോ? ഇവര് മണർകാട് പള്ളി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഓർക്കുന്നുണ്ടോ? ഇവളുടെയൊക്കെ ഇടവകപ്പള്ളിയാണ്. എന്നാ ശരി മോനെ, എന്നാ ഓക്കെ ഡി. പറയാം മോനെ. ഓക്കെ. മഴയുടെ സുഖീട് കഴിഞ്ഞു. മഴയൊക്കെ പെയ്ത് കണ്ടില്ലേ മുറ്റത്തൊക്കെ കിടക്കുന്ന വെള്ളം. മാനം തെളിഞ്ഞു. സമയം എത്രയാണെന്നറിയാം? 5:10. ഇനി എങ്ങനെ പോകാൻ? അതിനിടയ്ക്ക് ഒരു വലിയ സംഭവം, ശ്രീകുട്ടൻ്റെ അടുത്തിട്ടൊന്ന് കയറിപ്പോകാൻ പോകുന്നത് 2 ദിവസം കൊണ്ട് ഞാൻ ഓർക്കുന്നത്. ഇവിടുത്തെ ഈ പണിയും തിരക്കൊക്കെ കഴിയട്ടെ. പിന്നെ അവനും വയ്യാതൊക്കെ വന്നതല്ലേ, ഇച്ചിരി അവനും ഒന്ന് ആരോഗ്യം പിടിച്ചോട്ടെ ഞാനും മനസ്സിൽ വിചാരിച്ചു. ഇന്നലെ വിളിച്ചപ്പോഴും കുഴപ്പമില്ല, അവരെല്ലാം ഉപ്പാർക്ക് പോയിക്കോന്നൊക്കെ പറഞ്ഞു കൊച്ചൊക്കെ. എന്നാൽ പിന്നെ നാളെ കയറി എപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ പോക്ക് നടക്കാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശ്രീകുട്ടൻ്റെ അടുത്തേക്കും പോകുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വീഡിയോ വന്നേക്കുന്നത്, ശ്രുതി വന്നേക്കുന്നത്. അവള് സർപ്രൈസ് ആയിട്ട് വന്നോ? എനിക്കറിയത്തില്ല. അവർക്കറിയാമായിരുന്നായിരിക്കും കേട്ടോ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ശ്രുതി വന്നിട്ടുണ്ട്. കയറി പോയിപ്പോയനെ മഴയില്ലായിരുന്നെങ്കിൽ.
അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളായിരുന്നു പിന്നെ വന്നു എന്നുള്ള വിവരം. അപ്പോൾ എന്തായാലും മഴ പെയ്ത് ഇത്രയും നേരം നിന്ന് തകർത്തടിച്ച് പെയ്തിട്ട് ഇപ്പോൾ തോർന്ന് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ മോൾട്ടിയെ വിളിച്ച് പറഞ്ഞു നമ്മൾ വരുന്നിട്ടടി എന്നാ ചെയ്യാനാ ഭയങ്കര പേര് മഴയാന്ന് പറഞ്ഞു. അന്നേരം അവരും പ്ലാൻ മാറ്റാം, എന്നാൽ അവരും കൂട്ടാറിന് പോകാം, ആണ്ടൂർപ്പം നദിയല്ലേ, പിന്നെ അവിടെ ഏതെങ്കിലും ഒരു മുണ്ടക്കത്തെ ഏതെങ്കിലും അമ്പലത്തിൽ കയറിയിട്ട് നേരെ കൂട്ടാറിന് പോകാമെന്ന് തീരുമാനിച്ചു. അന്നേരം ചെറുപ്പഴാണെങ്കിൽ ഉഷേജി ഇങ്ങോട്ട് വരുമായിരിക്കും, ഇതെല്ലാം അവരുടെ കൂടെ കൂട്ടാറിന് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അതും അങ്ങനെ പ്ലാൻ. നമ്മളൊന്നും തീരുമാനിക്കുന്നവർക്ക് ഒരു കാര്യങ്ങൾ നടക്കില്ല. എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ മുമ്പിൽ കരയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കത് ചിരിച്ചഭിനയിച്ച് കാണിക്കുക. സത്യം പിന്നെ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ടല്ല. ഇന്നലെ പിള്ളേരുണ്ടായിരുന്നുണ്ട്, ഒരോളം ഉണ്ടായിരുന്നു. പൂമ്പാറ്റ വന്നിരുന്നേ, നല്ല രസമാട്ടോ ഈ കാഴ്ച കണ്ട് ആസ്വദിച്ചിരിക്കാനായിട്ട്. പിന്നെ ഓരോ ഈ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ ഓരോ സൈസിലുള്ള പല പല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉണ്ടല്ലോ കറുപ്പ, എന്നിട്ട് സൈഡിൽ കൂടെ ഫുള്ള് ലേസ് പിടിപ്പിച്ചേക്കുന്ന നമുക്ക്. ഇന്നലെ കണ്ടു കറുപ്പ വെള്ള വട്ടം പൊട്ടിൻ്റെ വരുമ്പോൾ ആദ്യം വലിയ വലുത് വട്ടം, അത് കഴിയുമ്പോൾ കുഞ്ഞു വട്ടം. ഞാനെല്ലാം കൗതുകത്തോടെ നോക്കിയിരിക്കും കേട്ടോ. നല്ല ഭംഗി ഇപ്പം ഇരിക്കുന്നതിനെ കാണാനായിട്ട്. ശരിക്കും ലേസ് പിടിപ്പിച്ച മാതിരി ഉണ്ട് അതിൻ്റെ ചെറിയൻ്റെ സൈഡ് വഴി. അപ്പോൾ അങ്ങനെ പിന്നെ ഇൻട്രോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സന്തോഷത്തോടുകൂടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ ഇൻട്രോ തന്നെ ഇടും ഈ വീഡിയോക്ക്. അതല്ലാതെ എൻ്റെ ഇട്ടേക്കാൻ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലെ പ്ലാനാണ് കേട്ടോ. 2-3 ദിവസം ഇങ്ങനെ കറങ്ങുക, ഒരു ദിവസം മുണ്ടക്കയത്ത് പോവുക, ഒരു ദിവസം കോട്ടയത്ത് പോവുക, അങ്ങനെയൊക്കെ. എല്ലാവരും പഠിച്ചിട്ടല്ലല്ലോ അല്ലെങ്കിൽ തുല കുടിക്കുന്നത്, ഇങ്ങനെയല്ലേ ഓടിച്ചോടിച്ചല്ലേ പഠിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കി പോകാൻ പതിയെ എന്ന് കരുതിയാകും ഞാനിരുന്ന്. ഇനിയിപ്പം നമുക്ക് മാറ്റം വരുത്താം. ഇനി അവരോട് ആരോടും പറയാതെ ഇപ്പം ഇന്ന് ഞാൻ മാളുട്ടിയോട് പറഞ്ഞില്ല, സ്കൂട്ടി കൊണ്ടില്ലെന്ന് പറഞ്ഞില്ല കേട്ടോ. ഞാൻ വരുന്ന അടി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഇതേ എൻ്റെ അടുത്തിട്ട് വരുന്നു പൂമ്പാറ്റ. വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞോണ്ട് തുള്ളി വരുന്നു. ആരോടും പറയണ്ട. മഴയൊക്കെ മാറിയിട്ട് സർപ്രൈസായിട്ട് നമുക്ക് പോകാമല്ലോ. തന്നെ ഇപ്പം ഈ ആഴ്ചയൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ എല്ലാ കാലാവസ്ഥ ഇതല്ലേ പറയുന്നത്. ഇരിക്കുന്ന ഇരിപ്പ് എപ്പോഴും മഴ പെയ്യും. ഈ ആഴ്ച മഴ വരും, 2 ദിവസത്തിന് മഴയായിരിക്കും, 3 ദിവസത്തിന് മഴയായിരിക്കും. മഴക്കാലം കഴിഞ്ഞു. നാളെ മുതൽ പിന്നെ ചിങ്ങം 1-ാം തീയതി മുതൽ നല്ല വെയിലും വെട്ടമൊക്കെ കാണേണ്ടതാണ് അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ, ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മുടെ അമ്പലത്തിലേക്കും പോകാനായിട്ടൊന്ന് തെളിഞ്ഞു നിന്നാൽ മതിയായിരുന്നു. ആണ്ടൂർ 1-ാം തീയതി അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു ഇതാണ്. മാതാവിൻ്റെ അടുത്തും പോവും, അമ്പലത്തിലും പോവും. ആണ്ടൂർ 1-ാം തീയതി രാവിലെ ചേട്ടാ എനിക്ക് 500 രൂപ കൈനീട്ടം തരും. അങ്ങനെയൊക്കെയാണ് എല്ലാ വർഷവും കേട്ടോ. അത് എല്ലാ ജനുവരി മാസവും തരും, എല്ലാ ചിങ്ങമാസവും തരും. അങ്ങനെ 2 പ്രാവശ്യം കൈനീട്ടം കിട്ടും. വിഷുവിനോട് കൂടി 3 പ്രാവശ്യം കൈനീട്ടം കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടാ എന്നെ കളിയാക്കി കൊല്ലും. ചേട്ടായി മാത്രമല്ല എല്ലാവരും സന്തോഷവും സിന്ധുവും ചിപ്പിയും അക്ഷരനഗരി കൂടെ ഉള്ള കറങ്ങിച്ച് കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ സിന്ധു അമ്മയെന്ന് പറയും. ചിപ്പി കിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ട് വരി. എന്തായാലും നമുക്ക് പോവാം അല്ലേ. നമ്മൾ പോയിരിക്കും, ഉറപ്പായിട്ടും പോയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വേറെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഒരു മൂടും തോന്നുന്നില്ല. സത്യം ഞാൻ പറയാം, എനിക്ക് എല്ലാം കൊണ്ടും ഒരു പോകുന്ന വഴിക്ക് ഞാൻ ഓർത്ത് കുട്ടിക്കാലം വരെയൊക്കെ ഞാൻ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടല്ലോ. സ്കൂട്ടിയിൽ പോയതാണെങ്കിലും ബസ്സിലൊക്കെ ആണെങ്കിലും. അപ്പം കുട്ടിക്കാലം തുടങ്ങിയുള്ളത് താഴോട്ടുള്ളത് വീഡിയോ എടുക്കണം. വഞ്ചാകാനം മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നിർത്തിയിട്ട് വീഡിയോ എടുക്കണം. പിന്നെ മുണ്ടക്കയത്തിൻ്റെ കുറേ അങ്ങോട്ട് പോകുന്നിടത്ത് എന്തെങ്കിലും നല്ല നല്ല ഏരിയ കാണുന്നിടത്തൊക്കെ സ്കൂട്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. എന്നിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെ അങ്ങനെ തന്നെ കാണിച്ച് സർപ്രൈസ് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റിയില്ല, തോറ്റുപോയി, ചമ്മിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. എനിക്ക് ഒന്നിനും ഒരു മൂടും തോന്നില്ല, ചായ ഇട്ട് കുടിക്കാൻ പോലും തോന്നില്ല. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഇൻട്രോ ഒക്കെ എടുത്തത്. അതുകൊണ്ട് ഏതായാലും നന്നായി. ഞാൻ അതുകൊണ്ടൊരു ചോറ് കഴിച്ചിട്ടുണ്ട്. ചായ ഒന്നും ഇടാനും പറക്കാനും ഒന്നും തോന്നില്ല. ഇനിയിപ്പോൾ കല്യാണിയും ആര്യനും ഒക്കെ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട്. അവർ ഇപ്പോൾ വരേണ്ട സമയം കഴിഞ്ഞു, 5 മണി കഴിഞ്ഞില്ലേ. അപ്പം ഇപ്പം ഒരാൾ വരുന്നത്, ഏതോ ഒരാളതിൽ നടന്നു വരുന്നുണ്ട്, ആരാണെന്ന് അറിയത്തില്ല. അപ്പം പിള്ളേർ വന്നു കഴിയുമ്പം നമുക്ക് ഇച്ചിരി നേരം അവരുടെ കൂടെ മനസ്സ് മാറ്റി വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ.
അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉൾപ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവരോട് ഒന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും.